വീട്ടില് 100 കൂട്ടം പണി കിടക്കുക. അതിനിടയില ഇപ്പൊ വരണമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. നിന്റെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു ചാരു. ഒരത്യാവശ്യ കാര്യം ഉള്ളതുകൊണ്ടല്ലേ ചേച്ചി വിളിച്ച്. ബുദ്ധിമുട്ടായെങ്കിൽ ചേച്ചി പോയിക്കോ, ഞാൻ തനിച്ചു പോയിക്കോളാം. തൊട്ടാവാടി. അപ്പോഴേക്കും അങ്ങ് പിണങ്ങിയല്ലോ. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. ചേച്ചി, അന്ന് നമ്മൾ അമ്പലത്തിൽ വരുമ്പോ വഴിയിൽ വെച്ച് പൂ വിൽക്കുന്ന ഒരു കൊച്ചിനെ കണ്ടില്ലേ? വാടിയെ പോവാന്ന് പറഞ്ഞ് നമ്മൾ കളിയാക്കിയ കുട്ടി ഓർമ്മയില്ലേ? ആ, ഓർമ്മയുണ്ട്. ആ കുട്ടിക്ക് എന്തു പറ്റി? ആ കുട്ടിക്കൊന്നും പറ്റിയിട്ടില്ല. അന്ന് നമ്മളെ നിർബന്ധിപ്പിച്ച് ആ പൂ വാങ്ങിച്ചപ്പോ ആ കുട്ടി പറഞ്ഞത് ഓർമ്മയുണ്ടോ? വാടിയ പൂ ഭഗവതിയുടെ മുന്നിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചാ മതി, അത് നല്ല മുല്ലമുട്ടായി മാറുന്ന. അതിനാണോ ഇപ്പൊ എന്നെ വിളിച്ചു വരുത്തിയത്? വാടിയ പൂ ഒരിക്കലും തിരികെ മുല്ലമുട്ടായി മാറില്ലെന്ന് ഉറപ്പല്ലേ? പക്ഷെ അത് മുല്ലമുട്ടായിട്ട് മാറിയിരുന്നു ചേച്ചി. ആ പെൺകുട്ടിക്ക് എന്തോ ഒരു ദൈവികതയുള്ളതുപോലെ തോന്നുന്നു എനിക്ക്. ദൈവികതയോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ചേച്ചി, ഞാൻ വെറുതെ പറഞ്ഞതല്ല. കുറച്ചു കഴിഞ്ഞ് ഞാൻ ചെന്ന് നോക്കുമ്പോ ആ വാടിയ പൂക്കളെല്ലാം അപ്പൊ പറിച്ചുകൊണ്ടുവന്ന മുല്ലമുട്ട് പോലെ മാറിക്കഴിഞ്ഞിരുന്നു. അത് വെറുതെ സംഭവിക്കൂ? ഞാനീ പറഞ്ഞത് കേട്ട് ചേച്ചി അധികം ഞെട്ടണ്ട. അതിനേക്കാളും ഞെട്ടലുണ്ടാക്കുന്ന വേറൊരു കാര്യം ഞാൻ ചേച്ചിക്ക് പറഞ്ഞുതരാം. വേറൊരു അത്ഭുതം. നീ വീണ്ടും ആ കുട്ടിയെ കണ്ടോ? കണ്ടു, പക്ഷെ നേരിട്ടല്ല, സ്വപ്നത്തില്. ബാലമാമയ്ക്കൊരു ആക്സിഡന്റ് ഉണ്ടാവുന്നതായിട്ടും ഒരു കുട്ടി വന്ന് പൂക്കൾ വിതറി ബാലമാമയെ രക്ഷപ്പെടുത്തുന്നതായിട്ടും അത് കഴിഞ്ഞ് ബാലമാമയോട് പോക്കറ്റിലിരിക്കുന്ന നാരങ്ങ തലേണയ്ക്കടിയിൽ സൂക്ഷിക്കണമെന്നും അല്ലെങ്കിൽ അപകടമാണെന്നും പറയുന്നതായിട്ടും ഞാൻ സ്വപ്നം കണ്ടു. ആ മുഖം വ്യക്തമായിട്ട് ഓർമ്മയില്ലെങ്കിലും എന്നെ സ്വപ്നത്തിൽ കാണിച്ചെന്ന ആ പെൺകുട്ടി നമുക്ക് മുല്ലപ്പൂ തന്ന കുട്ടി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് മാത്രല്ല ചേച്ചി, സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നപ്പോ മുറിയിലാകെ ഒരു മുല്ലപ്പൂവിന്റെ മണം. എവിടുന്ന മണം വരുന്നതെന്നറിയാൻ ഞാൻ ആകാശേട്ടനെ വിളിച്ചോണ്ട് വീട്ടിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഉമ്മറത്ത് പടിക്കെട്ടില് കുറെ മുല്ലപ്പൂവും അതിന് മുകളിലൊരു നാരങ്ങയിരിക്കുന്നു. അതാരാ അവിടെ കൊണ്ടുവച്ചത്? അതും രാത്രിയില്? എന്റെ ചേച്ചി, ഞാൻ ആ നാരങ്ങ ബാലമാമയുടെ തലേണയ്ക്കടിയിൽ കൊണ്ടുവയ്ക്കാന്ന് കരുതി റൂമിൽ ചെന്ന് നോക്കുമ്പോ ഉണ്ട് തലേണയ്ക്കടിയിൽ ഒരു നാരങ്ങ ഇരിക്കുന്നു. അവിടെ കൊണ്ടും കഴിഞ്ഞില്ല. ഞാൻ അതിനെക്കുറിച്ച് ബാലമാമയോട് സംസാരിച്ചു. അപ്പോഴാ യഥാർത്ഥത്തിൽ ബാലമാമ ഒരു വണ്ടി ഇടിക്കാൻ ചെന്നെന്നും ആ കുട്ടി മുന്നിൽ ചെന്നുവെന്നും പോക്കറ്റിലിരിക്കുന്ന നാരങ്ങ എടുത്ത് തലേണയ്ക്കടിയിൽ വെക്കണമെന്നും പറഞ്ഞത്രേ. നീ പറയുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ചിലപ്പോ ഇതൊക്കെ വെറും കോയിൻസിഡൻസ് ആയിക്കൂടെ? യാദൃശ്ചികമായി സംഭവിച്ചത്? അല്ല ചേച്ചി, ഇതിനകത്ത് ഭഗവതിയുടെ എന്തോ ഇടപെടലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് ആ കുട്ടിയെ ഒന്ന് കണ്ടുപിടിക്കണം. ഒന്ന് പോയി നോക്കിയാലോ? എവിടെന്നും പറഞ്ഞാ നമ്മൾ പോകുന്നത്? നമ്മളെന്ന് പൂ വാങ്ങിയ സ്ഥലമില്ലേ, അവിടെ പോയി അന്വേഷിക്കാം. അമ്പലത്തിന്റെ പരിസരമാണല്ലോ, അമ്പലത്തിലൊക്കെ ഒന്ന് നോക്കാം. നീ വാ, കേറ്. ഇവിടെ വെച്ചാണ് ആ കുട്ടി നമുക്ക് പോവിറ്റത്. പക്ഷെ ഇന്ന് അതിനെ എവിടെയെങ്കിലും കാണുന്നില്ലല്ലോ. ഇനി ചിലപ്പോ പൂവെല്ലാം വിറ്റ് കഴിഞ്ഞ് വീട്ടിൽ പോയി കാണൂ. ആ, നമുക്ക് ആ കടയിലൊന്ന് ചോദിച്ചു നോക്കിയാലോ? അവർക്ക് ചിലപ്പം വീടറിയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീട്ടിൽ പോയി കാണാം. ചേച്ചി വാ, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. വാ. ചേട്ടാ, സാധാരണ ഇവിടെ നിന്ന് പൂ വിൽക്കാറുള്ള ഒരു പെൺകുട്ടിയില്ലേ, ആ കുട്ടി ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നോ? പൂ വിൽക്കുന്ന കുട്ടിയോ? അതേത് കുട്ടി? ഒരു 10-11 വയസ്സുള്ള പെൺകുട്ടിയാ. സ്ഥിരം ഈ പരിസരത്തൊക്കെയാ കച്ചവടം നടത്തുന്നതെന്ന് പറഞ്ഞായിരുന്നു. ഞാനിവിടെ കഴിഞ്ഞൊരു 15 വർഷമായിട്ടുണ്ട്.
ഈ പരിസരത്തേക്കും ഇതുവരെ ഞാനൊരു പൂക്കച്ചവടക്കാരെ കണ്ടിട്ടില്ല. നിങ്ങൾ ആ കുട്ടിയെ കണ്ടത് വേറെ എവിടെയെങ്കിലും വെച്ചായിരിക്കുമെന്നേ? അല്ല ചേട്ടാ, ഞങ്ങൾ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് പൂ വാങ്ങിയിരുന്നു. ഇവിടെ വെച്ച് തന്നെയാ ഞങ്ങൾ ആ കുട്ടിയെ കണ്ടേ. എന്തോ ആരെങ്കിലും ഒരു ദിവസത്തേക്ക് ഇനി വന്നുപോയതാണെന്ന് അറിയില്ല. എന്തായാലും സ്ഥിരമായിട്ട് ഒരു കുട്ടി ഇവിടെ അങ്ങനെ പൂക്കച്ചവടം നടത്തുന്നില്ല. വാ ചാരു. ഇനി ആ കൊച്ച് നമ്മളടുത്ത് കള്ളം പറഞ്ഞായിരിക്കോ സ്ഥിരം എവിടെയാ കച്ചവടം നടത്തുന്നതെന്ന്? അതിനൊരു വഴിയില്ല. ആ കുട്ടി കള്ളം പറഞ്ഞതല്ല, അതുറപ്പാ. എങ്കിൽ പിന്നെ അവളെവിടെ അത് പറ. എന്തായാലും നമ്മൾ ഇവിടെ വരെ വന്നല്ലേ, നമുക്ക് തൃക്കണ്ണൂർ അമ്പലത്തിലൊന്ന് പോയി നോക്കിയാലോ? ചിലപ്പോ അവിടെ ഉണ്ടെങ്കിലോ? അതിനും സാധ്യതയില്ലാതില്ല. നീ വാ, നമുക്ക് പോയി നോക്കാം. വാ. ഇവിടെയെങ്ങും കാണുന്നില്ലല്ലോ ചാരു. നമുക്ക് അകത്തൊന്ന് പോയി നോക്കിയാലോ? വാ. എവിടെങ്ങും കാണുന്നില്ലല്ലോ ചേച്ചി. ചേച്ചി അങ്ങോട്ട് നോക്ക്, ഞാൻ അവിടെ നോക്കാം. ചേച്ചി അവിടെയൊന്നുമില്ല. അമൃതേച്ചി വന്നേ, നമുക്ക് അമ്പലത്തിനകത്തൊന്ന് നോക്കാം.